കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ്. രചന അഞ്ജന ഗോപാൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആമിയുടെ സാമീപ്യം അറിഞ്ഞതും വിഷ്ണു തിരിഞ്ഞ് അവളെ നോക്കി. ഒരു പിങ്ക് കളർ ഷിഫോൺ ചുരിദാറായിരുന്നു അവളുടെ വേഷം. ആ വേഷത്തിൽ അവൾ സുന്ദരിയായിരുന്നു. കണ്ണിമയ്ക്കാതെയുള്ള വിഷ്ണുവിൻ്റെ നോട്ടത്തെ നേരിടാൻ സാധിക്കാതെ അവൾ തലതാഴ്ത്തി. ആമി. അവൻ അവളെ ആർദ്രമായി വിളിച്ചു. അവൾ മൂളി. ഞാൻ തന്നോട് പറയാൻ പോകുന്ന കാര്യം താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ് ഒരു ഉചിതമായ മറുപടി എനിക്ക് കിട്ടണം. ആമി അവനത്തിനെ ഉറ്റുനോക്കി. ആമി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ വെറും ഇഷ്ടമല്ല, ഭ്രാന്താണ് എനിക്ക്. എപ്പോൾ തൊട്ടാണ് തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. വിഷ്ണു പറഞ്ഞു നിർത്തിയതും ആമി ഒരു സ്വപ്നലോകത്തെന്ന പോലെ നിന്നു. ആമി, മറുപടി ഇപ്പോൾ തന്നെ പറയണമെന്നില്ല. തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. പക്ഷേ അവസാനം തന്നെ മറുപടി പോസിറ്റീവ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലൊരു ആത്മവിശ്വാസം അവൾ കണ്ടു. ആമി മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ഇനി തനിക്കെന്നെ ഒരു തരത്തിലും തിരിച്ച് ഇഷ്ടപ്പെടാൻ സാധിച്ചില്ലേ? ഞാൻ തന്നെ ശല്യപ്പെടുത്തുകയൊന്നുമില്ല. ഞാനുണ്ടാവും എപ്പോഴും നല്ലൊരു ഫ്രണ്ടായി കൂടെ. അത് കേട്ടതും ആമിയുടെ മുഖം മാറി. അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. എന്നാൽ നമുക്ക് പോവാം, വിഷ്ണു അവളോട് ചോദിച്ചു. അവൾ വരുന്ന കണ്ടതും എല്ലാവരും ആകാംക്ഷയോടെ അവരെ തന്നെ നോക്കി. ആമി ചെന്ന് ശിവയുടെ അടുത്തേക്ക് നിന്നു. ആമിക്ക് ഞാൻ ആലോചിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. അവളുമെല്ലാം ആലോചിച്ചിട്ടൊക്കെ പറയട്ടെ. അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ വിഷ്ണു എല്ലാവരുടെയും പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ? ശിവ ആദ്യം നോക്കി പറഞ്ഞു. അവൻ തലയാട്ടി അവൾക്ക് സമ്മതം നൽകി. എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞുപോയി. ക്ലാസ്സിലെത്തിയതും എല്ലാവരും കൂടെ ആമിയെ വാരാൻ തുടങ്ങി. അവൾ എല്ലാത്തിനും ചിരിയോടെ മറുപടി നൽകി. ആമി, വിഷ്ണുവേട്ടൻ പറഞ്ഞുള്ള നിന്റെ മറുപടി എന്താ? അച്ചവളോട് ചോദിച്ചു. അത് പിന്നെ ആമിക്ക് എന്തു മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ഡി, നീ ഇങ്ങനെ തപ്പിക്കളിക്കാതെ, അനു അവളെ കളിയാക്കി. ആമി, ഒരൊറ്റ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ? അച്ചു ആമിയെ നോക്കി ചോദിച്ചു. ആമി മൂളി. വിഷ്ണുവേട്ടന് പകരം വേറെ ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ വരുന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? അച്ചുവിൻ്റെ ചോദ്യം കേട്ടതും ആമി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അപ്പൊ പിന്നെ ഉത്തരം സിമ്പിൾ, ഇവൾക്ക് ഇഷ്ടമാണ് അങ്ങേരെ. അത് കേട്ടതും ആമി ചിരിച്ചുകൊണ്ട് തലതാഴ്ത്തി. ആമിയോടുള്ള അച്ചുവിൻ്റെ ചോദ്യം കേട്ടതും ശിവ അവളോടും സ്വയം ആ ചോദ്യം ചോദിച്ചു നോക്കി. ആദിക്ക് പകരം ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെയും ചിന്തിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആദിയെ ഓർത്തതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു രവിയും ശ്യാമയും. ആ സമയത്താണ് ശിവ അങ്ങോട്ടേക്ക് വന്നത്. അവൾ അവർക്ക് അഭിമുഖമായി സെറ്റിയിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞും ശിവയുടെ ഭാഗത്തുനിന്നും പ്രതികരണമൊന്നും ഇല്ലാത്ത കണ്ട് രവിയും ശ്യാമയും അവിടെ ഇരുവശത്തും ചെന്നിരുന്നു. അമ്മൂസേ, അച്ഛൻ്റെ പൊന്നിന് എന്താടാ പറയാനുള്ളത്? രവി അവളുടെ താടി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. രവിയുടെ ചോദ്യം കേട്ടതും ശിവ അമ്പരന്ന് അവരെ നോക്കി. എനിക്കെന്തോ പറയാനുണ്ടെന്ന് അച്ഛക്ക് എങ്ങനെയാ മനസ്സിലായത്? ശിവയുടെ ചോദ്യം കേട്ടതും രവിയും ശ്യാമയും പരസ്പരം നോക്കി ചിരിച്ചു. അവരുടെ ചിരി കണ്ടതും ശിവ അവരെ കൂർപ്പിച്ച് നോക്കി. എൻ്റെ ശിവ, ഇനി അതിന് പിണങ്ങേണ്ട. നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പ്രധാന കാര്യം സംസാരിക്കാനുള്ള സമയത്തല്ലേ നിന്റെ ആ തിരുവായ കുറച്ച് സമയം അടച്ചു വെച്ച് നീ ഇങ്ങനെ മിണ്ടാതിരിക്കാറുള്ളത്? അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് പിണങ്ങാതെ കാര്യം പറ, ശ്യാമ അവളോട് പറഞ്ഞു. അത് കേട്ടതും ശിവ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. ശേഷം രണ്ടുപേരുടെയും കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛേ, അമ്മ, എല്ലാ ഫ്രീഡം നൽകിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെന്നെ വളർത്തിയത്. അതുപോലെ ഒരു മകൾ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് എന്നോട് ഓരോ നിമിഷവും പെരുമാറിയതും. ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ മകളായി ജനിക്കാൻ കഴിഞ്ഞെന്നുള്ളത്. ഇനി വരും ജന്മങ്ങളിലും എനിക്കെൻ്റെ പാവ രവിയേട്ടൻ്റെയും ശ്യാമയുടെയും മകളായിട്ട് ജനിച്ചാൽ മതി. ശിവ അവരിരുവരുടെയും കവിളിൽ ഉമ്മവെച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടോ രവിയേട്ടാ, ഓസ്കർ അവാർഡിനേക്കാൾ വലിയ അവാർഡാ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശ്യാമ ചിരിയോടെ പറഞ്ഞു. പോ അമ്മയെ കളിയാക്കാതെ. ശിവ അവരെ നോക്കി ചിണുങ്ങി. ദേ ഭാര്യ, വേണ്ടാട്ടോ. എന്റെ കൊച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാ നിന്റെ ഒരു തമാശ. രവി ശ്യാമയെ നോക്കി കണ്ണടച്ച് കാട്ടി. എന്റെ പുന്നാരച്ച. ശിവ രവിയുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. മോൾ ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ, പറ മോളെ, എന്താ എന്റെ കുട്ടിയുടെ മനസ്സിലുള്ളത്? രവി ചോദിച്ചു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ കരുതിയത് വേറൊരു ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്നാണ്. പക്ഷേ
അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ശിവ പറഞ്ഞു നിർത്തി. മോളെ, ആദിയാണോ ആ വ്യക്തി? രവിയുടെ ചോദ്യം കേട്ടതും ശിവ അത്ഭുതത്തോടെ അയാളെ നോക്കി. അച്ഛയ്ക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ പൊന്നുമോളെ, നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. മോൾ ആദിയുടെ ഓരോ കാര്യം പറയുമ്പോഴും മോളുടെ മുഖത്ത് അവനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മോൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? പക്ഷെ അവരെ കുറിച്ച് പറയുമ്പോഴൊന്നും മോളുടെ കണ്ണിൽ ആ തിളക്കം ഞങ്ങൾ കണ്ടിട്ടില്ല. രവി പറഞ്ഞു കഴിഞ്ഞതും ശിവ അയാളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സോറി അച്ഛേ, അമ്മ, ഐ എം റിയലി സോറി. എനിക്കറിയില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് ആദ്യം പറയണമെന്ന് കരുതിയതാ. ബട്ട് എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്ന്. അതുകൊണ്ടാണ്. അവൾ അതും പറഞ്ഞു ഏങ്ങലടിച്ചു. ശിവയുടെ അങ്ങനെ ഒരു ഭാവം രവിയും ശ്യാമയും ആദ്യമായി കാണുമായിരുന്നു. അമ്മയുടെ ശിവക്കുട്ടി കരയുവാണോ? അയ്യേ, എന്റെ ജാൻസറാണ് ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്റെ മോളൊരു പുലിക്കുട്ടിയാണെന്നല്ലേ. ഇതിപ്പോ പാവ ഒരു പൂച്ചക്കുട്ടി. എന്റെ മോൾക്ക് ഈ ഭാവം ഒട്ടും ചേരുന്നില്ല. ശ്യാമയുടെ വാക്കുകൾ കേട്ടതും ശിവ കണ്ണു തുറന്നു. അമ്മ പറഞ്ഞത് ശരിയാ. അച്ഛൻ വിചാരിച്ച അമ്മൂസ് ഒരു പുലിക്കുട്ടിയാണെന്നാ. എന്നിട്ട് എന്റെ മോൾ ഇത്ര നിസ്സാര കാര്യത്തിന് കരയുവാണോ? മോളിപ്പോ കരയാൻ മാത്രം എന്താ ഉണ്ടായത്? മോൾക്കൊരാളോട് ഇഷ്ടം തോന്നി. മോളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. മോളുടെ വാക്കുകളിലൂടെ ആദ്യം ഒരു നല്ല ചെറുപ്പക്കാരൻ തന്നെ ആയിട്ടാ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇഷ്ടം തോന്നിയ കാര്യം മോള് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചില്ലല്ലോ. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞില്ലേ? അവരിരുവരും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ഇരുകവിളിലും ഉമ്മ വെച്ചു. മോൾ ഈ കാര്യം ആദിയോട് എപ്പോഴാ പറയുന്നത്? രവി തിരക്കി. വൈകാതെ തന്നെ പറയച്ചേ. ശിവ മറുപടി കൊടുത്തു. മോള് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യമൊന്ന് കാണണം. അതെന്തിനാ? അതോ, ബലി കൊടുക്കാൻ പോകുന്ന ആ കുഞ്ഞാടിനെ കണ്ടെന്നോ പറയണം. പൊന്നു മോനെ, ലാസ്റ്റ് ചാൻസാ. ജീവൻ വേണേ രക്ഷപ്പെട്ടോ എന്ന് ശ്യാമ പറഞ്ഞു കേട്ടതും രവി ചിരിക്കാൻ തുടങ്ങി. എന്തായാലും എന്റെ അച്ഛൻ സഹിക്കുന്ന അത്രയൊന്നും വരില്ലല്ലോ, അല്ലേ? ശിവ രവിയെ നോക്കി കണ്ടിരിക്കൊണ്ട് ചോദിച്ചു. ഡി ഡി ശ്യാമ അവളെ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ശിവ അവളുടെ റൂമിലെത്തിയിരുന്നു. മഹാദേവ, ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു അച്ഛനെയും അമ്മയും എനിക്ക് നൽകിയതിന്. അവൾ കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു. ശിവ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും പിന്തുണ തന്നെ അവൾക്ക് ഒരുപാട് ആശ്വാസം നൽകി. അവൾ ഫോണെടുത്ത് ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. മനസ്സുകൊണ്ട് 1000 കാര്യങ്ങൾ അവനോട് സംവദിച്ചുകൊണ്ട് പതിയെ പതിയെ അവളുടെ കണ്ണുകൾ ഉറക്കം വന്ന് തഴുകി. അവൾക്കായി കാത്തുവെച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ അറിയാതെ. ശിവ, സത്യമാണ് നീ പറഞ്ഞോക്കെ? നിനക്ക് ശരിക്കും ആദിനെ ഇഷ്ടമാണോ? അനു ശിവയോട് ചോദിച്ചു. അല്ല, ഇഷ്ടമല്ല. എന്റെ പൊന്നനു, ഞാൻ എത്ര സമയം നിന്നോട് ഇത് തന്നെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യമൊക്കെ ആരെങ്കിലും കള്ളം പറയുവോ? ശിവ ഗൗരവത്തിൽ ചോദിച്ചു. ഹോ, എന്തൊക്കെയായിരുന്നു ആദ്യമായിട്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, മിണ്ടില്ല, കാട്ടുപോത്ത്, മലപ്പുറം കത്തി, അമ്പും വില്ലും. അവസാനം നമ്മുടെ ഈ പവനായി അങ്ങേരുടെ മുന്നിൽ ശവമായി. അച്ചു അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. സോറി മക്കളെ, പറ്റിപ്പോയി. ശിവ അവളുടെ മാസ്റ്റർ പീസായ അവിഞ്ഞ ചിരിയോടെ പറഞ്ഞു. നടക്കട്ടെ. 3 പേരും ഒരേ താളത്തിൽ പറഞ്ഞു നിർത്തി. എന്താ ഒരു ഒത്തൊരുമ. ഞാനെൻ്റെ എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ ദേഷ്യമാണേലും സങ്കടമാണേലും ഇഷ്ടമാണേലും ഒക്കെ എനിക്കൊന്നും തന്നെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. ശിവ എല്ലാവരോടുമായി പറഞ്ഞു. എന്നാലും എൻ്റെ ശിവക്കുട്ടി, ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിനക്ക് ഈ പ്രേമവും റൊമാൻസൊക്കെ സെറ്റാവുമോ? ആമിയാണത് ചോദിച്ചത്. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ആദ്യേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ മറ്റൊരു ശിവയാവുകയാണ്. ആ കണ്ണുകളിലേക്ക് നോക്കി നെഞ്ചിൽ പറ്റിച്ചേർന്ന് ഹൃദയമിടി പറഞ്ഞ് ഒരുപാട് കാലം അതങ്ങനെ തന്നെ നിൽക്കാൻ തോന്നുക. ഒരുപാട് കാലം അങ്ങനെ തന്നെ നിൽക്കാൻ തോന്നുക. എനിക്ക് തന്നെ അത്ഭുതം തോന്നുക എൻ്റെ ഈ പെരുമാറ്റത്തിൽ. ശിവക്ക് ആദിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അവർക്കൊക്കെ അവളുടെ വാക്കുകളിലൂടെ മനസ്സിലായി. എന്നാലും അമിട്ടും കുണ്ടാണ് ഒരുമിച്ച്. എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. അനു പറഞ്ഞിരുന്നു. അവളുടെ മുതുകിൽ ശിവയുടെ അടി വീണ് കഴിഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ ആദ്യേട്ടന് അഫെയറൊന്നുമില്ല. ആദ്യേട്ടൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ അധികാരം അങ്ങോട്ടേക്ക് അടുക്കാറില്ല. സോ മോളെ ശിവ, നിനക്ക് ചാൻസ് ഉണ്ട്, ആമി പറഞ്ഞു. അല്ലെങ്കിലും ആദ്യേട്ടന് ഇവളോട് ചായകില്ലേ?
ഏകദേശം 2 വർഷത്തോളമായി നമ്മൾ ആദ്യമായിട്ടെന്നെ കാണാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇവിടെയുള്ള ഏതെങ്കിലും പെണ്ണിനോട് അങ്ങേര് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അനു ചോദിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നാനു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശിവ പറഞ്ഞു. എന്റെ ശിവ, തോക്കി കയറി വെടിവെക്കാതെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. സോറി മോള് ബാക്കി പറ. ഇനി ഈ തിരുവായ കൊണ്ട് അങ്ങേർക്ക് എന്നെ ഇഷ്ടമല്ല എന്നെങ്ങാനുമാണ് പറഞ്ഞു വരുന്നതെങ്കിൽ ഉണ്ടല്ലോ, എന്റെ സ്വഭാവം മാറേ. വീണ്ടും ശിവ പറഞ്ഞു. ശോ, ഇവളെയും കൊണ്ട് മിണ്ടാതിയുടെ പുല്ലേ കുറച്ചു നേരം ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അനുവിന്റെ ഭീഷണിയിൽ ശിവയുടെ വായടഞ്ഞു. ഞാനിവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. നമ്മളെ മൈൻഡ് ചെയ്യാറില്ലെന്നല്ലേ? അത് തന്നെ. അതും ശിവയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴും ആദ്യമായിട്ട് നമ്മളോട് കമ്പനി ആയില്ലേ? അത് ആര് വന്നതിന് ശേഷമാ? ഇവൾ, ഈ ശിവ വന്നതിന് ശേഷമല്ലേ? പിന്നെ മറ്റൊരു കാര്യം, നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് ആദ്യമായിട്ട് ഇവളോട് സംസാരിക്കുന്നത്? അല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവളോട് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് അങ്ങേര് പെരുമാറുന്നത്. സോ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്കിന്ന് മനസ്സിലായി. അനു എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച രീതിയിൽ അവരോട് ചോദിച്ചു. ആദ്യമായിട്ട് ഇവളോട് എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് ആമിയാണത് പറഞ്ഞത്. അച്ചു അനു പറഞ്ഞ കാര്യം ശരിവെച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവ വന്ന് അനുവിനെ കെട്ടിപ്പിടിച്ചു, കൂടെ ബാക്കിയുള്ളവളുമാരെയും. എന്റെ അനു, നിനക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നോ? നീ ഇപ്പൊ പറഞ്ഞതൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു. എനിവേ, താങ്ക് യു സോ മച്ച് അനു. ശിവ അനുവിനോടായി പറഞ്ഞു. ഗൈസ്, ടൈം നോക്ക്, 9:30 ഇനി നമ്മൾ ചെന്നില്ലേ ആ ഷീജ മിസ് ക്ലാസ്സിൽ കയറ്റില്ല കേട്ടോ. ആമി അത് പറഞ്ഞിരുത്തിയതും എല്ലാം കൂടെ ക്ലാസ്സിലേക്ക് ഓടി. ശിവ, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിക്കേ, അങ്കിളിന് കിട്ടുന്നുണ്ടോ എന്ന് ആമി പറഞ്ഞു. അച്ഛനെന്തോ മീറ്റിംഗിലായിരിക്കും, അതാ ഫോൺ എടുക്കാതിരിക്കുന്നത്. സാരമില്ല, ഞാൻ പൊക്കോളാം. നിങ്ങൾ എന്തായാലും സമയം കളയണ്ട. 5:30-ക്കല്ലേ ട്രെയിൻ? ബ്ലോക്കിലെങ്ങാൻ പെട്ട പിന്നെ ബുദ്ധിമുട്ടാവും. ശിവ മറുപടി പറഞ്ഞു. അനു അച്ചു ആമി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ശിവ. ബായ്, നോക്കിയിട്ട് പോണേ. അച്ചു ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോട്ടെ മോളെ, ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കാം. അനു അതും പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി. എന്നാ ഓക്കെ, എത്തിയിട്ട് വിളിക്കട്ടാ. ശിവ മൂവരോടുമായി പറഞ്ഞു. അവർ പോയതും ശിവ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും ബസ് വന്നില്ല. അപ്പോഴാണ് ഒരു തണ്ടർബേർഡ് റോയൽ എൻഫീൽഡ് ബൈക്ക് അവിടെ മുന്നിലേക്ക് വന്ന് നിർത്തിയത്. വണ്ടി കണ്ടതും അത് ആരുടേതാണെന്ന് ശിവക്ക് മനസ്സിലായി. ശിവ, എന്താ ഇവിടെ നിൽക്കുന്നത്? അവരൊക്കെ ഇവിടെ? ആദ്യ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് ചോദിച്ചു. അവരൊക്കെ നാട്ടിലേക്ക് പോയി. ഞാനിവിടെ കുറെ സമയമായി നിൽക്കുന്നു. ഒറ്റ ബസ് പോലും വരുന്നില്ല. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ശിവ നിസ്സഹായായി പറഞ്ഞു. ബസ് ഇനി ഉണ്ടാവും തോന്നില്ല. ഏതോ ഒരു ബസ് ഡ്രൈവർ ആരോ തല്ലുവോ മറ്റോ ചെയ്തിട്ടുണ്ട്. സോ അതിൽ പ്രതിഷേധിച്ച് ബസ്സെല്ലാം ഓട്ടം നിർത്തി. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ശിവക്കാകെ ടെൻഷനായി. താനിങ്ങനെ ടെൻഷനാവല്ലേ, ഞാൻ കൊണ്ടുവിടാം. ഇനി ഞാൻ കൊണ്ടുവിടുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ, താൻ കയറിക്കോ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്താ? അത് തന്നെ, മിൽക്ക് ഷേക്ക്. ആദ്യം പറഞ്ഞു കേട്ടതും ശിവയുടെ മുഖം 1000 വാട്ട് ബൾബ് കത്തിച്ച പോലെയായി. ജാളിത ചെയ്തും കൂടാതെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ച് കാട്ടി അവന്റെ പുറകിൽ കയറി. അവൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടാണ് ഇരുന്നത്. താല്പര്യം ഉണ്ടായിട്ടല്ല, ലക്ഷ്യം ഒന്നു മാത്രമാണ്, ആദ്യം ഇംപ്രസ് ചെയ്യുക. അവൾ ഇരുന്നതും ആദ്യം വണ്ടിയെടുത്തു. ശിവക്കെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. അവൾ ഏറെ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു അവന്റെ പുറകിലിരുന്നുകൊണ്ട് ഇങ്ങനൊരു യാത്ര. ബസ് ഡ്രൈവറെ തള്ളിയ ആളെ ആ സമയം അവൾ നന്ദിയോടെ ഓർത്തു. ആദ്യ കണ്ണാടിയിലൂടെ അവളെ നോക്കി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവനെ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു. രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. ഫ്ളാറ്റിലേക്കുള്ള റോഡെത്തിയതും ശിവ ആദിക്ക് വഴി പറഞ്ഞു കൊടുത്തു. ഫ്ളാറ്റിന് മുന്നിലെത്തിയതും ആദി ശിവയെ നോക്കി. ശിവ ഒന്നും മിണ്ടാതെ ഇറങ്ങി. ഒന്നും സംസാരിച്ചില്ലെങ്കിലും അത്രയും നേരം ആദിയോടൊപ്പമുള്ള യാത്ര അവൾ ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു. പെട്ടെന്ന് അത് അവസാനിച്ചപ്പോൾ അവൾക്ക് ഇത്തിരി വിഷമം തോന്നി. എന്നാ താൻ ചെല്ല്, ആദി അവളോട് പറഞ്ഞു. കയറിയിട്ട് പോകാം ആദ്യേട്ടാ. ഇല്ലടോ, പിന്നൊരിക്കലാവാം, ഇന്ന് ഇത്തിരി തിരക്കുണ്ട്. അത് കേട്ടപ്പോൾ ശിവക്കൽപ്പം വിഷമായെങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല. എന്നാ അങ്ങനെ ആവട്ടെ. ആദിയുടെ വണ്ടി കൺമുമ്പിൽ നിന്ന് മറയുന്നവരെ അവൾ നോക്കി നിന്നു. ഡാ, നീ പറഞ്ഞൊക്കെ സത്യമാണോ? ആദി ശിവയെ അവന്റെ ബൈക്കിൽ കയറ്റിയെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ ആരെ കാണുന്നൊക്കെ പറഞ്ഞല്ലേ നമ്മളടുന്ന് പോയത്? ശരത്ത് വിശ്വാസം വരാതെ പറഞ്ഞു. ആദി ശിവയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയത് കിരൺ കണ്ടിരുന്നു. അവൻ ആ കാര്യം വിഷ്ണുവിനോടും ശരത്തിനോടും പറഞ്ഞപ്പോഴുള്ള ശരത്തിന്റെ റിയാക്ഷൻ ആയിരുന്നത്. എന്റെ വായിലാക്കുന്നില്ലപ്പനാണ് സത്യം, ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാടാ അവൻ അവളെയും കയറ്റി കൊണ്ടുപോകുന്നു, കിരൺ ഉറപ്പിച്ച് പറഞ്ഞു. ഈ കാര്യം എന്തായാലും ആദ്യം വന്നാൽ ചോദിക്കണം. അവൻ നമ്മളോട് സത്യം പറയുമെന്ന് നോക്കാലോ.
വിഷ്ണുവാണത് പറഞ്ഞത്. ഡാ അത് മാത്രമല്ല, വേറെ കാര്യം കൂടിയുണ്ട്. ആദ്യത്തിരി സീരിയസ് ആണ്. എൻ്റെ അമ്മോ, ഇനിയുണ്ടോ? ഇത് തന്നെ കേട്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്തായാലും നീ പറ. കിരൺ പറഞ്ഞു കേട്ടതും ശരത്ത് പറഞ്ഞു. ഡാ അതെന്താണെന്ന് വെച്ചാ. കിരൺ പറഞ്ഞു തുടങ്ങിയതും പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. അവനാണെന്ന് തോന്നുന്നു. ആ കാര്യം ഞാൻ പിന്നെ പറയാം. നമ്മളിപ്പോൾ സംസാരിച്ചൊന്നും അവൻ അറിയത് കേട്ടല്ലോ രണ്ടും. കിരൺ പറഞ്ഞു കേട്ടതും വിഷ്ണുവും ശരത്തും അതേ അർത്ഥത്തിൽ തലകുലുക്കി. വീണ്ടും ഒരു വട്ടം കൂടി കോളിംഗ് ബെൽ മുഴങ്ങിയതും വിഷ്ണു ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ആദി, നീ എന്താ ലേറ്റ് ആയത്? നീ ഇത്രയും സമയം എവിടെയായിരുന്നു? നീ എന്താടാ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ സംശയമുള്ള ഭാര്യമാർ ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കുന്നത്? വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും ആദി തിരികെ മറുചോദ്യം ചോദിച്ചു. സംശയമുള്ളതുകൊണ്ട് തന്നെയാ ചോദിക്കുന്നത്. വിഷ്ണു പിറുപിറുത്തു. എന്ത്? അല്ല, നീ ആരെയോ കാണാൻ പോണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നിട്ട് അവരെ കണ്ടോ എന്ന് ചോദിച്ചതാ. പെട്ടെന്ന് വായിൽ വന്നത് വിഷ്ണു പറഞ്ഞൊപ്പിച്ചു. കാണാതെ പിന്നെ, അതിനല്ലേ ഞാൻ അങ്ങോട്ട് പോയത് തന്നെ. വിഷ്ണു പറഞ്ഞു കേട്ടതും ആദ്യ അലസമായുള്ള ഒരു മറുപടി നൽകി. അതിനിടയിൽ നീ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? അതുവരെ അവരുടെ സംസാരം ശ്രവിച്ചെന്ന ശരത്ത് ചോദിച്ചു. ഏയ് ഞാനോ? ഞാൻ ആരെ കാണാനാ? കോളേജിൽ നിന്ന് ഞാൻ നേരെ അയാളെ കാണാൻ പോയി. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. അതിനിടയിൽ ഞാൻ ആരെ കാണാനാ? ശിവയെ കണ്ടതും അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതൊക്കെ അവരിൽ നിന്ന് അവർ മനഃപൂർവ്വം മറച്ചു വെച്ചു. ആദി പറഞ്ഞു കേട്ട് മൂവരൊന്നും പരസ്പരം നോക്കി. ശിവയെ കണ്ട കാര്യം ആദി തങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലായതും പിന്നീട് അവർ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ദേവുട്ടി വിളിച്ചിരുന്നു, എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നും അങ്ങോട്ടൊന്ന് ചെല്ലണമെന്നും പറഞ്ഞിട്ട്. കുറേ ആയില്ലേ അങ്ങോട്ടേക്കൊന്ന് പോയിട്ട്. അതുകൊണ്ട് ഞാനൊന്ന് പോയി വരാൻ തീരുമാനിച്ചു. അതെന്തായാലും വളരെ നന്നായി. എത്ര നാളെ നീ അങ്ങോട്ടൊക്കെ പോയിട്ട്? ദൈവമൊക്കെ എപ്പോഴും നിന്നെ ഓർത്ത് സങ്കടം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. കൂടുതലൊന്നും സംസാരിക്കാതെ ആദ്യം അവിടുന്ന് പോകുന്നത് മൂവരും നോക്കി നിന്നു. അപ്പൊ ഞാൻ ഇറങ്ങുവാ. ഇനിയും നിന്നാൽ ലേറ്റ് ആവും. പിന്നെ അത് മതി ദേവുട്ടിക്ക് ടെൻഷൻ ആവാൻ. ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിനിടയിൽ ആദ്യം പറഞ്ഞു. പിന്നെ ടെൻഷൻ ആവാതെ, അവർക്കൊക്കെ ആകെയുള്ള ഒരു ആൺതരിയല്ലേ ഈ പൊന്നുമോൻ. അങ്ങനെയുള്ള നീ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ ഒതുങ്ങി ജീവിക്കുമ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാവും. വിഷ്ണു പറഞ്ഞു. അവരുടെ വേദന വിഷമമൊന്നും ഇവനറിയണ്ടല്ലോ. ദേവമ്മ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഇവന്റെ ഈ പെരുമാറ്റത്തിൽ. പിന്നെ ദാസങ്കിള് ഒന്നും പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഇവനെ ഓർത്ത് ഉള്ളിൽ അദ്ദേഹം ഒരുക്കുന്നുണ്ട്. കിരണും പറഞ്ഞു നിർത്തി. ഒന്നും നിർത്തിക്കല്ല, പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം ഇപ്പം എനിക്കില്ല. ഞാൻ ഇറങ്ങുവാ. അത്രയും പറഞ്ഞുകൊണ്ട് ആദി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. എത്തിയാ വിളിക്കണേ. ശരത്ത് പറഞ്ഞുള്ള മറുപടി ആദി ഒരു മുകളിൽ ഒതുക്കി. ആദി പോയതും അവർ കഥകടച്ച് ബാൽക്കണിയിലേക്ക് പോയി. വിഷ്ണു 3 കപ്പുകളിലേക്ക് ചായ പകർന്ന് ഇരുവർക്കുമായി കൊടുത്തു. ഒരു കപ്പ് അവനും എടുത്തു. ഇനി പറയണം, എന്താ നിനക്ക് പറയാനുള്ളത്? സീരിയസ് ആയിട്ടുള്ള എന്തോ വിഷയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആദ്യം പോയിട്ട് പറയാമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലായില്ല. കിരണിനെ നോക്കി വിഷ്ണു പറഞ്ഞു. നീ പറഞ്ഞ പോലെ സംഗതി സീരിയസ് തന്നെയാണ്. വിഷയം ആദ്യം സംബന്ധിച്ചു. അതാ അവൻ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇരുവരെയും നോക്കിക്കൊണ്ട് കിരൺ പറഞ്ഞു. എന്നാ പിന്നെ വേഗം പറയടാ, മനുഷ്യനെ ടെൻഷനാക്കാതെ. ശരത്തിന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. ശിവക്ക് ആദ്യം ഇഷ്ടമാണ്. നമ്മുടെ ശിവക്കോ? നിന്റെ തലക്ക് വല്ല ഓളമുണ്ടോ? ശരത്ത് ഇരുന്നിടത്തും ചാടി എണീറ്റോണ്ട് ചോദിച്ചു. ശരിക്കും ഒരു കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. കിരൺ പറഞ്ഞത് വിഷ്ണുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പുല്ലന്മാരെ ഞാനൊന്ന് പറഞ്ഞ് മുഴുവനാക്കട്ടെ, എന്നിട്ട് നീയൊക്കെ അഭിപ്രായം പറ. കിരൺ പറഞ്ഞു കേട്ടതും ഇരുവനും സൈലന്റായി നല്ല കുട്ടികളായിരുന്നു. കിരൺ ശിവ പറഞ്ഞു കേട്ടതൊക്കെ അവരോട് പറഞ്ഞു. ഇതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി? വിഷ്ണു സംശയത്തോടെ അവനോട് തിരക്കി. ഞാൻ ബൈ ചാൻസിൽ കേട്ടതാടാ. രാവിലെ ചാവി മറന്നെടുക്കാൻ പാർക്കിങ്ങിൽ പോയില്ലായിരുന്നു. അപ്പം അവർ സംസാരിക്കുന്നത് കേട്ടതാ. ആദിയുടെ പേര് കേട്ടപ്പോൾ അവരെന്താവും പറയുന്നെന്ന ആകാംക്ഷ തോന്നി അവിടെ തന്നെ നിന്നതാ. ശിവ ആദ്യം ഇഷ്ടപ്പെടുന്നെന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്കും വിശ്വാസം വന്നില്ല. പക്ഷെ പിന്നീട് അവൾ പറഞ്ഞ ഓരോ വാക്കിലും അവനോടുള്ള അവളുടെ സ്നേഹം പ്രതിഫലിച്ച് നിന്നിരുന്നു. മക്കളെല്ലാം കേട്ടല്ലോ, ഇനി പറ, എന്റെ തലക്ക് ഓളുണ്ടോ ഇല്ലേ എന്ന്. നിന്റെ തലക്കലടാ, ഇതെല്ലാം കേട്ടിട്ട് എന്റെ തലക്കാ കുഴപ്പമെന്ന് തോന്നുന്നു. ശരത് തമാശ രൂപേണ പറഞ്ഞു. കിരണേ, നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദിയുടെ കാര്യത്തിൽ ശിവ സീരിയസ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ആദി, അവൻ ഈ കാര്യം അറിഞ്ഞാൽ എന്താവും? വിഷ്ണുവിന്റെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞു നിന്നു. അതാ ഞാനും ചിന്തിക്കുന്നു. അവൻ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതല്ലേ. അവൻ ശിവയെ സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കിരൺ പറഞ്ഞു. സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിപ്പിക്കണം. ശരത്ത് പറയുന്ന കേട്ടതും വിഷ്ണുവും കിരണും ഞെട്ടി. വിച്ചു, ഇവന് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്. താങ്ങാൻ കഴിയാത്ത സത്യങ്ങളൊക്കെ കേട്ട് ഇവന്റെ തലയിലെ കിളികളെല്ലാം ചത്തൊടുങ്ങിയെന്നാ തോന്നുന്നു. വിഷ്ണു ശരത്തിനെ നോക്കി കളിയാക്കി പറഞ്ഞു. അല്ലെങ്കിൽ അത്ഭുതിക്കാരനാ. പാവന്റെ അച്ഛനമ്മയും മോനും ശരിക്കും വട്ടായെന്നറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്തോ. കിരണും കിട്ടിയ അവസരത്തിൽ ശരത്തിനിട്ട് നന്നായിട്ടും താങ്ങി. കിരണിന്റെ ഡാഡിയെ സ്മരിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു. അത് കേട്ടതും കിരൺ ഒരു അവിഞ്ഞ ചിരിയോടെ അവനെ നോക്കി. ഞാനൊന്ന് പറഞ്ഞു മുഴുവനായിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, ശിവക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് നടത്തി കൊടുക്കണം.
ഒന്നില്ലെങ്കിൽ അവൾ നമ്മുടെ പെങ്ങളല്ലേ. പിന്നെ ആന് പറഞ്ഞത് സത്യം തന്നെയല്ലേ. ഇതുവരെ കോളേജിൽ ഒരു പെൺകൊച്ചിനോട് മിണ്ടാത്ത ആദി ശിവയോടല്ലേ ആദ്യമായി മിണ്ടി തുടങ്ങിയത്. ശരിക്കും അവള് കാരണമല്ലേ അവൻ്റെ ഈ മാറ്റങ്ങൾ പോലും. അപ്പൊ നീ പറഞ്ഞു വരുന്നത്? കിരൺ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ആദിക്ക് അവളോട് പ്രണയം ഉണ്ടെന്നല്ല, പക്ഷെ എന്തോ ഒരു ചെറിയ ഇഷ്ടം അവൻ അവളോടുണ്ട്. അതെനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. ശരത്ത് പറഞ്ഞു നിർത്തി. ഡാവിച്ചു ആദ്യം പറഞ്ഞ നേരാട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതുവരെ ഒരു പെൺകുട്ടിയെ പോലും കയറ്റാത്ത അവന്റെ ബൈക്കിൽ ആദ്യം അവളെ കയറ്റില്ലേ. എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് സത്യം പറഞ്ഞോ? അതുമില്ല. അതിനർത്ഥം എന്താ? സംതിങ് ഫിഷി എന്നല്ലേ? ശരത്ത് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിരൺ പറഞ്ഞു. പക്ഷേ ശിവക്ക് അവനോട് പ്രണയാണെന്ന് അറിയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കും? അവനവന്റെ പാറുവിനെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കാൻ സാധിക്കുമോ? വിഷ്ണു സംശയത്തോടെ ചോദിച്ചു. പാറു എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. ഇനി ഇവനുള്ള പോലെ അവൾക്ക് തിരിച്ച് ഇവനോട് ഇഷ്ടമുണ്ടെന്ന് അറിയില്ലല്ലോ. ഒരുപക്ഷെ അവൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും എന്താവും ആദിയുടെ അവസ്ഥ? ദേവമ്മ എന്തുമാത്രം ഇവനെ ചൊല്ലി വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അങ്കിൾ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഇവന് പാറുവിനോടുള്ള ഇഷ്ടമല്ലേ? അപ്പൊ ആ ഇഷ്ടത്തെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ശരത്ത് ചോദിച്ചു. നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ആദ്യമാണ് ആള്. അവൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. വിഷ്ണു തന്റെ ആശങ്കകൾ അവരിൽ നിന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ശരിയാവും, അല്ലെങ്കിൽ ശിവ ശരിയാക്കും. എനിക്ക് ഉറപ്പുണ്ട് ശിവക്ക് അവനെ മാറ്റാൻ സാധിക്കും. അവൾക്ക് അതിന് കഴിയുള്ളൂ. ഈ കാര്യത്തിൽ അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണം. നമുക്ക് ആദ്യം തിരിച്ച് ദേവമ്മക്കും ദാസങ്ങളിലും കൊടുക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവൻ പാറുവിനെ ആലോചിച്ച് അവന്റെ ജീവിതം കളയാൻ ഞാൻ അനുവദിക്കില്ല. ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നിങ്ങളുണ്ടാവില്ലേ കൂടെ? ശരത്ത് ഇരുവരോടായിട്ട് ചോദിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ചളിയടിച്ച് മണ്ടത്തരം മാത്രം പറയുന്ന ശരത്തിന്റെ ഈ ഒരു ഭാവം അവരാദ്യമായി കാണുകയായിരുന്നു. നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. നമ്മുടെ ചങ്ക് നമ്മുടെ പെങ്ങളെ സ്വീകരിക്കുന്ന ആ ദിവസത്തിനായി നമുക്കിനി കാത്തിരിക്കാം. കിരണും വിഷ്ണുവും ശരത്തിനോടൊപ്പം ചേർന്നു. ആദിക്ക് ശിവയോട് ഇഷ്ടം കൂടാൻ അവരൊരുമിച്ച് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.